ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുമ്പോഴേ ആദ്യം തന്നെ സബ്സ്ക്രൈബ് എന്നുള്ള ബെല്ലൈക്കൻ അമർത്തുക. ആകുമ്പോൾ ഒരു ബെല്ലിൻ്റെ ഒരു ഫോട്ടോ വരും. അപ്പോൾ അതൊന്ന് അമർത്തി കൊടുത്താൽ ഹോൾ എന്ന ഓപ്ഷൻ വരും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. അതേമാതിരി വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒന്ന് ലൈക്ക് ചെയ്താണ്ടി. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അൺലൈക്ക് ചെയ്തോളി, അതിനും കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ ചെയ്യാതെ കരുത് കേട്ടോ. പിന്നെ നിങ്ങളെ കമൻറ്റ്, അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട. ഞാൻ ഓരോ ഇത് VS കിട്ടിക്കണം എന്നൊക്കെ നോക്കുമ്പോഴും കമൻറ്റ് എത്ര ഉണ്ടെന്ന് കേട്ടോ നോക്കൽ. കമൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കാനും ഇതിനൊക്കെ. അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ഒന്ന് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ എഴുതിക്കോളി. അതിനൊക്കെ ഉള്ള മറുപടി ഞാൻ തരണ്ട്. ഇനിയിപ്പോൾ അപ്പോൾ മറുപടി തരാൻ കഴിഞ്ഞാലും വീഡിയോ കൂടി ഞാൻ ഇതിനുള്ള മറുപടി പറയണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. അതേമാതിരി കുറേ കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ്. അത് കംപ്ലീറ്റ് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അതിലിങ്ങ് മനസ്സിലാവാത്ത നിങ്ങൾ ചോദിച്ചോളിട്ടാ. അപ്പോൾ പിന്നെ സ്ക്രിപ്പ് ചെയ്ത് കാണുമ്പോഴേ നിങ്ങൾക്ക് ഞാൻ പറയണത് എല്ലാം ഒന്നും കേൾക്കൂല. അപ്പോൾ നിങ്ങൾ ആ സംശയം ചോദിക്കുമ്പോഴേ അത് വീണ്ടും വീണ്ടും എനിക്ക് എൻ്റെ വീഡിയോ ഇട്ട് കാണാൻ പറ്റൂല. അപ്പോൾ കുറേ മുന്നത്തെ വീഡിയോ ഒക്കെ ഇക്കാരം. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എവിടെ ചെറിയ എന്താണ് താത്ത ഓർഡർ ചെയ്താണ് നോക്കി. അത് ചെറുതായിട്ടാണ് നീങ്ങിക്കണോ? ഓക്കെ, ശരിയാക്കാം. അത് നമുക്ക് നീക്കാം. ചെറുപ്പാൻ വിളിച്ചേ നമുക്ക് വൈകുന്നേരം കട്ട് ചെയ്യാൻ. ഞാൻ ചെറുപ്പം കണ്ടു. ചെറുപ്പാണ് ഇത് ആദ്യം കണ്ടത്. എന്നിട്ട് ഉമ്മാക്ക് എന്താ കേക്കിനെ കുറിച്ച് പറയാനുള്ളതെന്നാവോ? ഇഷ്ടായില്ല? ആ അതാ പറഞ്ഞു. അത് ഇതൊക്കെ ചെയ്യിച്ചില്ലേ? 1250 കുറവാന്നില്ല. കുട്ടി മഴ നിന്ന് നമുക്ക് പായസം ഞാൻ നോക്കണ്ടേ? കത്തിയല്ലേ ഇതില് വീഡിയോ എങ്ങനെ താത്തെടുക്കുന്നത്? ഇപ്പോൾ പാടും ഞങ്ങൾ പാട്ട്. സ്പോൺസർ എങ്ങനെ മുറിച്ചാ മതിയത്. എന്നിട്ട് പിന്നെ ഒന്നായിട്ട് ഇങ്ങനെ ഒരു വെട്ടുണ്ട് കൊടുത്താലേ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും. മൂത്തമാലാകാം മുറിച്ച് എല്ലാവർക്കും കൊണ്ട് എടുത്തു കൊടുത്താളി. അങ്ങനെ ഒന്നായിട്ട് കീറിക്കോട്ടെ. അങ്ങനെയല്ല, ഇവിടെ ഇങ്ങനെ രണ്ടറ്റാക്കുക, ഇങ്ങോട്ട് ഒറ്റ കീറിലാക്കുക. അതിന് ബലത്തിനുണ്ട്. മുറിച്ചിട്ടുണ്ട്, ആവണില്ല. അടി കൂടെ എത്തിക്കോട്ടെ. ചോക്ലേറ്റ് അണിയാണ്
ചോക്ലേറ്റ് ഇഷ്ടമല്ല. ചോക്ലേറ്റ് സീഫൊന്ന് മാറുന്ന ഇപ്പൊ പറഞ്ഞപ്പോ പോരാൻ കൂട്ടൊക്കെ ഇല്ലേ? എനിക്ക് വലിയ കട്ട് ചെയ്തിട്ടുള്ള അത് കണ്ടില്ല. അത് ശരി, അതിന് അടിയിലുള്ള ഈ സൈഡത്തും കണ്ടിട്ടാണ് ഇങ്ങോട്ട് പറയണി പോലെ തിന്നോളി. മൂത്താപ്പം നോക്കി കൊടുത്തു നോക്കി തിന്നണൊക്കെ ഉണ്ടല്ലോ. ഇഷ്ടായത് അതത്തിന്റെ പൊട്ടില്ല. സീഫോനൊന്നും കിട്ടിയില്ലല്ലോ. സീഫോ അതിന്റെ ഇടയ്ക്ക് അതൊക്കെ വെച്ചാണ് അതിന്റെ പള്ള പൊക്കിയതാ. ഓനും കൂട്ടടായില്ലേ? സ്പോൺസർ താത്തയാണ്. താത്ത സ്പോൺസർ കഥാപാത്രം ഉൾക്കൊള്ളില്ല. മത്സരത്തില്ല. വലിയ തൊള്ള തന്നെ ഉണ്ടല്ലോ. വലിയ കേക്കുമൊക്കെ നോട്ടം. സ്പൂണൊന്നും വലിയ താല്പര്യമില്ല. കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. ഫോണൊക്കെ വന്നു മുതമ. നിങ്ങൾ നോക്കിയാണ് ക്യാമറയ്ക്ക് അങ്ങനെ തിന്നോട്ടെ. കേക്കിന്റെ ഓർമ്മ മൂത്തമാക്ക് മോനെന്ന് ഓർമ്മ ചിലപ്പോ. അസ്സലാമലൈക്കും. കേക്ക് കാണുന്നുണ്ടാ? കേക്ക് കാണില്ല. ആ സാധനമൊക്കെ ഒന്ന് കുട്ടിക്കാർ തടിയാണ് എടുത്തണ്ട. പച്ചവെള്ളത്തൊക്കെ എത്തിക്കണ ഏതാ അതിനൊന്ന് കാണിച്ചു കൊടുക്കി. ഭക്ഷണം കഴിക്കുക. ചിക്കനാണല്ലോ. വേറെ ആരാ അവിടെ? എന്റെ ഒപ്പോ നിങ്ങളെ വിളിച്ചോ? നിങ്ങളെ തിരിഞ്ഞു നോക്കി എന്നോട് എന്നൊക്കെ പറയുന്നേ. ഓളോട് ഓള് ചിരിച്ചാളാ. എത്ര മുങ്ങാട്ടില്ലേ? വലിയ ഉണ്ടാക്കി കയറുന്നവർക്ക് വലിയ ഉണ്ടാക്കിയ കയറുള്ളൂ. നിങ്ങൾ ഇങ്ങനെ വേറെ വിളിച്ചാൽ തീരുമാനിച്ചിങ്ങനെ ചെയ്ത് മുറിച്ചിട്ട് അടുത്ത് മുറിച്ചിട്ടേനാ. അത് ശരി. അത് മുറിച്ചപ്പോ പറഞ്ഞു കേക്ക് കണ്ടപ്പോ പറഞ്ഞു പാവ മോനെ പറഞ്ഞു. അല്ല നിങ്ങൾ കുളിച്ചാൻ പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞു. ഞാൻ പിന്നെ പറയണ മിക്സി കഴുകി കഴിഞ്ഞു. അപ്പം ഉമ്മ പറഞ്ഞാൽ പായസം ഉണ്ടാക്കാന്ന്. ഇപ്പം ഉമ്മ പറയാം അത് ഏട്ടമുട പായസം എന്ന് പേരിടാൻ ഉമ്മായിട്ട് ഇട്ടതാണ് എന്ന്. അപ്പം ഇങ്ങനെ ഇത് ഈ പൊടി എന്താ ചെയ്തെന്ന് വെച്ചാൽ നല്ല തളച്ച വെള്ളത്തിൽ ഇപ്പിട്ടുകാണ്ട് അത് വെള്ളത്തിൽ ഇപ്പിട്ടുകാണ്ട് തീ കൊഴിച്ചല്ലേ വാട്ടും ചെയ്യല്ലേ. വാട്ടണം അത് വേണ്ടിയിട്ട്. ഇത് ശരിക്ക് വാട്ടണം എന്നാണ് അമ്മ പറയണത്. ഉമ്മ എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പം ഇമ്മ എന്താ ഇപ്പോൾ ചെയ്തത്? നമ്മൾ നൂൽപുട്ടിന് ഉണ്ടാക്കണ പോലെ തളച്ച വെള്ളം ഒഴിച്ച് കണ്ടാണ് ഇത് ചെയ്തത്.
അപ്പം ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കും ചെയ്യാം. അപ്പോൾ ഈ പൊടിയിൽ ഇങ്ങനെ ജസ്റ്റ് തൊടണം കേട്ടോ, അല്ലെങ്കിൽ തമ്മിൽ ഒട്ടും. ഇത് ഈ നൂൽപുട്ടിൻ്റെ ആ മണ്ണുള്ള ഈ കൂടെ ഇതാക്കിയാൽ മതിമാ. അതിന് വേറെ പേരിടണം. പേരിടണല്ലോ, എന്നാൽ നമുക്ക് എളുപ്പമുണ്ട്. അതിങ്ങനെ നമുക്ക് കിട്ടില്ല. അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെന്ന് ഇപ്പുണ്ട്. ഞാൻ ഇതും കൂടി ഉണ്ടാക്കിയെന്ന് അങ്ങനെ. എന്നിട്ട് ഒരു കുഴപ്പമില്ല. അങ്ങക്ക് ഓർമ്മയില്ലേ ചെറിയമ്മീൻ വന്നെ ഇതെങ്ങനെ ചിത്ര ചെറുതാക്കി ഇതാക്കിയായിരുന്നു. ഞാൻ ഒന്നായി ഇതാക്കിയിട്ട് പിന്നെ കട്ട് ചെയ്ത് കത്തിയോണ്ട് അറിയണില്ലേന്നല്ലോ. പിന്നെ ഇത് കുറച്ചുള്ളൂ. ഏട്ടമുട പായസം പണ്ട് നമ്മൾ ഇങ്ങനല്ലേ ഇന്നലെ ഉണ്ടാക്കിണ്ട്, ഇങ്ങനെ നീട്ടിക്കാണ്ട്. അതിന്റെ പേരില്ല. അത് ഞാൻ ഉണ്ടാക്കി 8-10 ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഇത് ഇതിലിടുകയാണെങ്കിൽ ഏട്ടമുട പായസം ആയിക്കോട്ടെ, ആർക്കും മുടിയാറുണ്ടാവില്ല. എനിക്ക് ഇടണമെങ്കിൽ അങ്ങനെ ഇടാച്ചിട്ട് ഞാൻ വേറെ ഒന്ന് മാറ്റി. ഇതിപ്പോൾ കൂട്ടത്തു കൂടെയുള്ള വീഡിയോ ആണ്, അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇടണം. കൂട്ടത്തു കൂടി സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഇപ്പോഴല്ലേ എല്ലാവരും കാണുള്ളൂ. ലൈക്കടിക്കണം എന്നും പറയാം. ഞാൻ മത്തി ഉണ്ട് എടുത്ത് വെച്ചിട്ട് 5 മത്തി. അതുകൊണ്ടൊരു എന്താ പുളിക്കും അതിൽ മാങ്ങി ഇതൊന്നും ഇല്ലാതെ സുർക്കിട്ട് കണ്ട് പണ്ട് ഉള്ളവരുണ്ടാക്കിയിട്ടാണല്ലോ അത്. പിന്നെ ഈ ക്രിസ്ത്യൻസാളില്ലേ അതേമാതിരി പോത്തിറച്ചി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതിന് രസം ഉണ്ടാവാൻ തോന്നിയില്ല. മുരിങ്ങൻ്റെ തോല് ഒരു കണ്ടം അതൊക്കെ അരച്ച് കാണ്ട്. മുരിങ്ങൻ്റെ തോലൊക്കെ വെക്കുമ്പോൾ ഛർദ്ദിക്കണം. അങ്ങനെ ഉണ്ടാക്കുക നമ്മൾ ഇവിടെ കണ്ട കാലത്തൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സാധനങ്ങൾ വിഷമാണ്. ചെറിയൊരു കണ്ട നമ്മൾ പട്ടയ്ക്ക് ഇടണ മാതിരി. എന്നിട്ട് അതിൻ്റെ മേൽത്തോലൊക്കെ വരുതി ഒന്നാക്കി കണ്ട് അരച്ച് കുക്കറിലൊന്നും വെക്കാൻ അയച്ചു തന്നിട്ട് അമ്മാമ്മ ഈ കൊച്ചുമോൻ എന്നുള്ളൊരു ചാനല്. വട്ടം കൊണ്ടല്ല ഉരുണ്ടോട്ടെ. ഇത് ഇനി തിളപ്പിച്ച് ഊറ്റും വേണ്ടേ? തിളപ്പിച്ച് ഊറ്റണ്ട, തിളപ്പിച്ച് കണ്ട് എല്ലാം വെന്തിട്ട് പിന്നെ ചക്കര വെച്ച് കാട്ട് പൊടി ഇറക്കി പാരോ, തേങ്ങ പൊടിയും കൂടി നണ്ടുക നല്ലോണം. മിക്സില്ലാത്തിൻ്റെ മതിലല്ലേ? ഞാനത് നിങ്ങൾ മിക്സിക്കൊന്നും ആവശ്യമില്ലല്ലോ വിചാരിച്ചു. ഞാൻ പുറത്തില്ലല്ലോ അവന് കൊടുക്കാൻ. ഉമ്മ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനവിടെ പണിയെടുക്കുന്നുണ്ട്. പണിയെടുക്കുമ്പോൾ പാവല്ലേ, ഞാൻ ജ്യൂസ് ഇടുന്നേരായിരുന്നു. ഇപ്പോൾ ഒന്നാണ് ഇതറിയില്ലല്ലോ. അത് ഞാൻ മിക്സിമ്മ ഇതാക്കിയും ചെയ്തു. കുറേ ഇക്കണ മിക്സി വൃത്തികേടായിട്ട്. അപ്പം ഞാനത് കണ്ടക്കണം. അപ്പം ഞാൻ ഒന്നും കൂടി നല്ല എരപ്പായിക്കോട്ടെ, കാലും കേട് മാറിയിട്ട് തന്നെ കുറേയില്ലേ, എരപ്പായിക്കോട്ടെ. അപ്പം ഇങ്ങനെ കഴുകി കാട്ടി കൊടുക്കാൻ വിചാരിച്ച് കാണ്ട്. ഇതാർക്കും മുടിയാറുണ്ടാവില്ല ഏട്ടമുട്ട പായസം കൊടുക്കാൻ. അപ്പം എല്ലാവരും കാണും. ഇന്നലെ നിങ്ങളെ നെയ്യപ്പം ഇതിൻ്റെ എങ്ങനെ പൊരിച്ച പപ്പടാണോ എന്ന് വെച്ച് കണ്ട്. ഈ ആൾക്കാരെന്താ പറയുക ശരിക്കും കാണാത്തത് കൊണ്ടാണ് പൊരിച്ച പപ്പടാണോ ഇട്ടക്കണ്ട്. മീവ നോക്കൂല, കുറച്ചുകൂടെ നോക്കും, എന്നിട്ട് കണ്ട് ഓഫാക്കും. പിന്നെ ഒരാൾ ചോദിച്ചേക്കണം ഞാൻ ഇവിടുത്തെ മോളാണോ? ഞാൻ ഒറ്റ മോളെന്നെ ഉള്ളു, എൻ്റെ അമ്മക്ക് ഉപ്പാക്കും. നിങ്ങൾ പിന്നെ ഒരു മോളേ ഉള്ളൂ, നിങ്ങളെ വീട്ടിൽ തന്നെയാണ് നിൽക്കലെന്നൊക്കെ. എത്ര നലിക്കട പണി. ആ ചെടിയൊക്കെ ഉള്ളതുണ്ടൊക്കെ. ഞാൻ വിചാരിച്ചു അവിടെ വൈതൽ നോക്കിയാലെന്താ ഉണ്ടാവും. ആ ചെടി വൈതൽ കാണാൻ മറ്റോടത്തുണ്ടാക്കിപ്പോകണം. എവിടെ? ആ കണ്ടത്തോ? അങ്ങനെ 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 അത് ഇവിടെ തന്നെ. അവിടെ തന്നെ ഉണ്ട്. ഇല്ല വെയിലിട്ടതല്ല, വലിയ തയ്യയിക്കണേ. അത് പറിച്ചാലും ഇനി മറ്റേ തയ്യ പൊന്തുള്ളൂ. അതൊക്കെ മുളന്ന് വെച്ചാൽ നമുക്ക് വലിയ ആവശ്യം. നിങ്ങൾ പിന്നെ മാട്ടർപ്പാട്ടൊന്നും ഇടുന്നില്ലേ? പൈതളങ്ങ എൻ്റെ കുരു അതാണ്. അപ്പം ഇത് മധുരം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇമ്മപ്പം ഇതിക്ക് 8 അച്ച് ശർക്കരയിലിട്ട് 8 അച്ച് ശർക്കരയാണ് ഇതിക്ക് ഇട്ടത്. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതലും കുറവുള്ളവർ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ. അപ്പം ഇത് നല്ലവണ്ണം തളിച്ചിട്ടുണ്ട്. നമ്മളെ ഏട്ടമുട തീക്കിട്ട് ഏട്ടമുട തീക്കിട്ട് കൊടുക്കാം. അപ്പം ഇതിൽ ജസ്റ്റ് പൊടിയുണ്ട് നമ്മൾ ഉരുട്ടിയിട്ടുണ്ടായിരുന്ന അതൊന്നും കുഴപ്പമില്ല കേട്ടാ. അതുണ്ട് വെച്ചാൽ നമുക്കൊരു കുറച്ചൊരു തിക്കായിട്ട് കിട്ടും ചെയ്യും. തീ കൂട്ടണ്ടേ? തളക്കണം പെട്ടെന്ന് തിളക്കഴിഞ്ഞാൽ ഇത് ഒട്ടി പിടിക്കുന്ന കേട്ടമ്മ പറഞ്ഞത്. അപ്പൊ തീ കൂട്ടി കൊടുക്കണം, കുറച്ച് കൊടുക്കരുത്. പെട്ടെന്ന് തിളച്ച് കിട്ടിയാൽ അത്രയും നല്ലതാ. ഇങ്ങനെ ഇളക്കി കൊടുക്കാനും പറ്റൂലല്ലോ.
തളച്ച് പൊന്തിട്ട് അത് വന്നിട്ട് അതിന് പൊന്തും. ഇത് തളിച്ചാലോ? അത് വന്നാ അതിന് പൊന്തും. അടി പിടിച്ചില്ലല്ലോ അല്ലേ? അടി പിടിച്ചില്ലല്ലോ അറിയാം. ഒന്നും ഇതായിട്ടില്ല. പിന്നെ ഈ ശർക്കര ഈ കയ്യിലോണ്ട് തന്നെ ഇളക്കുക. ഇനി ഉരുകാണ്ട് തേങ്ങയും പൊടില്ലേ. ഇപ്പൊ ഇമ്മ ഇത് തേങ്ങയും അരമുറി തേങ്ങയും 1/4 ഗ്ലാസ് പൊടിയാണ്, അരിപ്പൊടി കേട്ടാ, പൊടിയും കൂടിയാണ്. അപ്പൊ ഇമ്മ അതിൽ ഈക്കുള്ള ഉപ്പിട്ട് കൊടുക്ക ഇടട്ടെ. ഉപ്പിട്ട് കൊടുത്ത് പച്ച വെള്ളം കൊണ്ട് അത് നല്ലവണ്ണം കുഴച്ചെടുക്കണം എന്നാണ് പറയണത്. ലൂസാക്കിയിട്ടല്ലേ കുഴക്കണത്, ദോശന്റെ മാവ് പോലെ നല്ല ലൂസാക്കിയിട്ട് അത് കുഴച്ചെടുക്കണം. തേങ്ങ നല്ലോണം തീരുമ്പോൾ അപ്പോഴേ ആ പാലുണ്ട് പുറത്തേക്ക് നല്ലോണം മുറുക്കി പിഞ്ഞാലല്ലേ? ഇങ്ങനെ അപ്പൊ ഈ തേങ്ങാപ്പാലിന്റെ ടേസ്റ്റും കിട്ടും. ഇതിന്റെ അളവൊന്നുമില്ലല്ലോ, നമുക്ക് എത്ര വേണം. അപ്പൊ ഇതിന്റെ മണിയൊക്കെ പൊന്തിയിട്ടുണ്ട്. ഇപ്പൊ ഇമ്മ കലക്കി കൊടുന്ന തേങ്ങയും അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഈ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഒഴിച്ചു കൊടുക്കണ സമയത്ത് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടമ്മ. ഇനി ഇളക്കി കൊടുത്തിട്ടാണ് ഇത് കുറുക്കിയെടുക്കാൻ. അപ്പൊ പൊടിക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പൊ നമുക്ക് എത്രയാണോ പായസം വേണ്ടത് അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ ഇത് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത് 8 ഗ്ലാസ് ഇല്ലേ? 8 ഗ്ലാസ്സിക്ക് നമ്മൾ അര ഗ്ലാസ് കൂടുതലല്ലേ? ശർക്കരപ്പാനി ഇതൊക്കെ കൂടി പാരുമ്പോൾ തന്നെ ഇതൊരു 10 ഗ്ലാസ് ഉണ്ടാവും. അപ്പൊ അതിലേക്കാണ് നമ്മൾ അര ഗ്ലാസ് പൊടി എടുത്തുകാണ്ട് ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോ അഥവാ നിങ്ങൾ പൊടി ഒഴിച്ചുകാണ്ട് ഇങ്ങനെ നല്ലോണം കുറുകിയെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഉണ്ട് ഒഴിച്ചു കൊടുത്താണ്ട്, അപ്പം കുഴപ്പമില്ലല്ലോ. കറണ്ട് പോവുക വരിക അങ്ങനെ ആറ്റാൻ പാടില്ല അല്ലേ? ഇതിങ്ങനെ ഇളക്കാനേ പറ്റുള്ളൂ. നമ്മൾ ആറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ലൂസായി വരും എന്നാ പറഞ്ഞത്. തളച്ചല്ലമ്മ എന്തൊക്കെ ഇനി ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല ശർക്കര അല്ലേ? ഇനി തിളക്കണ്ടല്ലോ. മധുരണ്ട്. ഉപ്പ് കുറവാ നോക്കുകയാണെ. പിന്നെ പേറി ഞങ്ങൾക്ക് പിന്നെ കുടിച്ചാൻ പറ്റൂല. ഉണ്ടല്ലോ മധുരമില്ല, കുറച്ച് കുറയില്ലേ? കുറവുള്ള മാതിരി ഉണ്ട്. അതാണ് മധുരം ബാക്ക്. അത് അവിടെ ഉപ്പും മാത്രം. അപ്പൊ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇത് ആറ്റരുത് എന്നാട്ടോ പറയണ, ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നമ്മള് ഇത് പിന്നെ ആറ്റിയിട്ടുണ്ടെങ്കിൽ ലൂസായി വരും. അപ്പൊ ആറ്റി കൊടുക്കരുത്, ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ആറ്റാൻ പാടില്ല. അതാ ഞാൻ വരാം. അണ്ടിപ്പരിപ്പ് എടുത്ത് കൊടുന്ന് കഴിഞ്ഞേക്കും തോന്നുന്ന നോക്കട്ടെ. ഇത് തൂമ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇമ്മ ഇതില് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. ഇമ്മ അപ്പത്തിന് മറന്നു പോയതാണ്. ഇട്ടുടി അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ അളവാണ് എത്ര വേണ്ടതെന്ന്. മുന്തിരി ഇട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് ചട്ടി ക്ലീൻ ആക്കണ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കിയിട്ടാ. ഇത് ഞാൻ നോൺ സ്റ്റിക്കിന്റെ ചട്ടി റെഡിയാക്കി എടുത്തതാണ്. പോരെ